Dear friends, welcome. Learn English Grammar with Madhav Mash. കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞ വാചകങ്ങളെക്കുറിച്ച് നിങ്ങൾ വേണ്ട വിധം അനലൈസ് ചെയ്തിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന വാചകങ്ങൾ വീണ്ടും എടുത്ത് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി അത് ഞാൻ പറയുന്ന പോലെ ഈ ബോർഡിൽ വരച്ചുള്ളതുപോലെ അണ്ടർലൈൻ ചെയ്ത് എഴുതി പഠിക്കണം. അങ്ങനെ വരുമ്പോൾ വേറൊരു പുസ്തകത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വാചകം കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്ന ഭാഗം ഫ്രേസാണ്, ഇന്ന ഭാഗം ക്ലോസ് ആണ്. ഇത്രയും ക്ലോസുകൾ ഉള്ളതുകൊണ്ട് ഇത് ഇന്ന വാചകമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ തന്നെ ഗ്രാജുവലി യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ആദ്യം തെറ്റിക്കോട്ടെ, പിന്നീട് നിങ്ങൾ പറഞ്ഞപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് അപ്പോൾ നമ്മൾ കോംപ്ലക്സ് പറഞ്ഞിട്ടുണ്ടാവും, കുഴപ്പമില്ല. ഗ്രാജുവലി നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് വരുന്നതോടുകൂടി നിങ്ങൾ അതിലെല്ലാം നല്ല ഗ്രാഹ്യമുള്ളവരായിരിക്കും, നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇഷ്ടിക വെച്ച് പണിയണോ വെട്ടുകല്ല് വെച്ച് പണിയണോ എന്നൊക്കെ തീരുമാനിക്കണം നമ്മളാണ്. ആയതുകൊണ്ട് ഒരു +2 ഒക്കെ കഴിയുന്നതോടുകൂടി സ്വന്തമായി വാചകം എഴുതാനും ഏത് തരത്തിലുള്ള വാചകം വേണമെന്ന് തീരുമാനിച്ച് എഴുതാനും നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയോ അല്ലെങ്കിൽ മറ്റ് സംഗീതജ്ഞന്മാരോ അല്ലെങ്കിൽ വയലാർ രാമവർമ്മയോ ഒക്കെ സംഗീതം രചിക്കുമ്പോൾ ചില ആൾക്കാർ പറയും ഇന്ന രാഗത്തിൽ, ഇപ്പോൾ ദക്ഷിണാമൂർത്തി ഇന്ന രാഗത്തിൽ ഒരു പാട്ട് എഴുതി തരണം എന്ന് പറയുമ്പോൾ ആ രാഗത്തിൽ ശരിയായ രീതിയിൽ അതിന് ലിറിക്സ് എഴുതി കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അല്ല. അതുപോലെ നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസും കോമ്പൗണ്ട് സെൻറ്റൻസും കൂടി മിക്സായി നല്ലൊരു രീതിയിലൊരു കോമ്പോസിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറാവും. അതിന് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് 4-5 വാചകത്തെക്കുറിച്ചാണ്. ഒരു സിമ്പിൾ സെൻറ്റൻസ് അത് എന്തൊക്കെയുണ്ടെന്ന് കണ്ടെത്തുക, അതിനെ കോമ്പൗണ്ട് ആക്കാൻ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ കോംപ്ലക്സ് ആക്കാൻ എന്ത് വേണം. ഒരേ വാചകത്തിൽ തന്നെ 3 തരത്തിലാക്കാൻ പറ്റും, ചിലത് 2 തരത്തിലാക്കാൻ പറ്റുള്ളൂ, ചിലത് കോമ്പൗണ്ട് കോംപ്ലക്സ് ആക്കാനും പറ്റും. അപ്പം നമുക്ക് ഓരോ വാചകങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് പഠിച്ചു പോകാം. ഞാൻ പറയുന്നത് ഈ വാചകം നമ്മൾ തരുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് പദങ്ങളുടെ ക്രമം അനുസരിച്ച് ഏത് വാചകമാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ചിലപ്പോൾ അസർട്ടീവ് സെൻറ്റൻസ് ആവാം, ചിലപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആവാം, ചിലപ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആവാം, ചിലപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആവാം. അപ്പോൾ ആ ക്രമത്തിൽ ആദ്യം അതിനെ കണ്ടെത്തുക. പിന്നെ നമ്മൾ ക്ലോസുകളുടെ ഘടന അനുസരിച്ച് അത് സിമ്പിളാണോ കോമ്പൗണ്ട് ആണോ കോംപ്ലക്സ് ആണോ കോമ്പൗണ്ട് കോംപ്ലക്സ് ആണോ എന്ന് കണ്ടെത്തുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ചോദ്യം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, വേവേഡ് ക്വസ്റ്റൻ ആണോ യെസ് ഓർ നോ ക്വസ്റ്റൻ ആണോ എന്ന് കണ്ടെത്താൻ പറ്റും. മാത്രമല്ല അത് അതിലടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടന അനുസരിച്ച് അത് സിമ്പിളാണോ കോമ്പൗണ്ട് ആണോ കോംപ്ലക്സ് ആണോ എന്ന് കാണാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് 5-6 വാചകം നൽകുന്നു. ഈ വാചകങ്ങളെ ഞാനൊന്ന് അനലൈസ് ചെയ്ത് തരാം. എന്നിട്ട് നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇന്ന വാചകമാണെന്ന് കണ്ടെത്താം. നമുക്കൊരു കാര്യം ചെയ്യാം, ഉടനെ തന്നെ ബോർഡിലേക്ക് പോകാം. ബോർഡിൽ ഒന്നാമത്തെ വാചകം, ഡ്യൂറിങ് ക്യൂൻ വിക്ടോറിയാസ് region there were many wars. ക്യൂൻ വിക്ടോറിയയുടെ ഭരണകാലത്ത് REIGN region റൂൾ എന്നർത്ഥം. there were അവിടെ ഉണ്ടായിരുന്നു many wars. ഇത് ഡ്യൂറിങ് ക്യൂൻ വിക്ടോറിയാസ് region എന്നുള്ളിടത്ത് ഇത് ഫ്രേസാണ്. കാരണം ഇതിൽ വെർബ് എന്ന് പറഞ്ഞതില്ല, പ്രെഡിക്കേറ്റ് ഇല്ല, ഇതിൽ വെർബ് കാണാനില്ല, പൂർണ്ണക്രിയയില്ല. ആയതുകൊണ്ട് തന്നെ ഒരു ഫിനിറ്റീവ് വെർബ് ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഫ്രേസാണ്. ഒരു കൂട്ട് പദങ്ങളുണ്ട്, സബ്ജക്റ്റില്ല, പ്രെഡിക്കേറ്റില്ല, ആയതുകൊണ്ട് ഇതൊരു ഫ്രേസാണ്. ഇവിടെ ദർ എന്നുള്ള ഇൻട്രൊഡക്ടറി, ദർ എന്നുള്ള സബ്ജക്റ്റ്, വേർ എന്നുള്ള സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സഹായക്രിയ, അതായത് ക്രിയാരൂപം, പൂർണ്ണക്രിയാരൂപം, മെനി വാർസ് ഉള്ള ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ദർ വേർ മെനി വാർസ് ഉള്ളത് അവിടെ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, അത് ഒറ്റയ്ക്ക് നിൽക്കും. ഇത് ഫ്രേസാണ്. ആയതുകൊണ്ട് ഒരു ഫ്രേസും ഒരു മെയിൻ ക്ലോസും ഉള്ളതുകൊണ്ട് ഇതിനെ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നു. ചൂർണിക എന്നൊക്കെയാണ് നമ്മുടെ മലയാളത്തിൽ. നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, ഇതൊന്നും പൂർണ്ണമായും മലയാളത്തിലായി ആവില്ല. രണ്ടാമത്തെ വാചകം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇത് കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കുകയാണ്. അതായത് ഈ ഫ്രേസിനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് ആക്കി മാറ്റി. നോക്കൂ, ഡ്യൂറിങ് വിക്ടോറിയയുടെ ഭരണകാലത്ത് പറഞ്ഞാൽ വിക്ടോറിയ ഭരിച്ച സമയത്ത്, അപ്പോൾ വെൻ ക്യൂൻ വിക്ടോറിയ റീൻഡ് എന്ന് പറഞ്ഞ അർത്ഥം ഭരിച്ചു, റൂൾഡ് എന്നർത്ഥം, ഇതിനർത്ഥം റൂൾഡ് എന്നർത്ഥം, സിമ്പിൾ പാസ്റ്റ്. ഭരിച്ചപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കില്ലേ. ക്യൂൻ വിക്ടോറിയ എന്നുള്ളത് സബ്ജക്റ്റ്, റെയിൻഡ് എന്നുള്ളത് വെർബ്, സിമ്പിൾ നോക്കോ ഒരു സബ്ജക്റ്റ് ഒരു പ്രെഡിക്കേറ്റ് ക്ലോസ് ആയി.
ഇത് ഒറ്റയ്ക്ക് നിൽക്കാത്തത് കൊണ്ട് ഭരിച്ചപ്പോൾ വെന്നുള്ള കൺജങ്ഷൻ, അതായതുകൊണ്ട് വെൻ എന്നുള്ളത് ഒരു സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. വെൻ ക്യൂൻ വിക്ടോറിയ റെയിൻ ഭരിച്ചപ്പോൾ അവിടെ ഒരുപാട് യുദ്ധങ്ങളുണ്ടായി, അത് ഒറ്റയ്ക്ക് നിൽക്കും. ഇതൊരു മെയിൻ ക്ലോസും ഇതൊരു സബോർഡിനേറ്റ് ക്ലോസും ആയതുകൊണ്ട് ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ്. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികം സബോർഡിനേറ്റ് ക്ലോസും ഉള്ളത് കോംപ്ലക്സ് സെൻറ്റൻസ്. 3, ഹീസ് ടു ഡൾ ടു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. എന്തെങ്കിലും മനസ്സിലാക്കാൻ മാത്രം അവൻ ഡള്ളാണ്, അതായത് അറിവ് കുറഞ്ഞവനാണ്. അതിനർത്ഥം അവൻ വളരെ അറിവ് കുറഞ്ഞവനാണ്, അവന് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നല്ല അർത്ഥം. അപ്പോൾ നോക്കൂ, ഈസ് ടു എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിച്ച് ഈ ടു കൺജങ്ഷൻ സാധാരണ 2 മെയിൻ ക്ലോസുകളെ കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ്. 2 മെയിൻ ക്ലോസുകളെ കൂട്ടി ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആവും. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ് ടു. അപ്പോൾ ഈസ് ടു ഡൾ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഈസ് ടു ഡൾ, അത് മെയിൻ ക്ലോസ് ആണ്. ടു അണ്ടർസ്റ്റാൻഡ് ടു ഇൻഫിനിറ്റീവ് ആണ്, ഇതിൽ പൂർണ്ണക്രിയ ഇല്ല, ടു ഇൻഫിനിറ്റീവ് ആണത്. അണ്ടർസ്റ്റാൻഡ് മാത്രമല്ല ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതുകൊണ്ട് ഇതൊരു ഫ്രേസാണ്, ഒരു മെയിൻ ക്ലോസും ഒരു ഫ്രേസും സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ ടു എന്നുള്ള വാചകം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അതിന് കോംപ്ലക്സ് ആക്കണമെങ്കിൽ കോമ്പൗണ്ട് ആക്കാനും പറ്റും. ഈസ് സോ ഡൾ ദാറ്റ് ഹി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ സോ ഡൾ എന്ന് ഒറ്റയ്ക്ക് നിൽക്കും, പക്ഷേ ദാറ്റ് എന്നുള്ളത് സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സോ ദാറ്റ് എന്നുള്ളതാണ് കൺജങ്ഷൻ. അപ്പോൾ ഈ സോ ഡൾ ദാറ്റ് ഹി കനോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, ഒരു മെയിൻ ക്ലോസ്, ഒരു സബോർഡിനേറ്റ് ക്ലോസ്, കോംപ്ലക്സ് സെൻറ്റൻസ്. ശരിക്കും ഇവിടുത്തെ കൺജങ്ഷൻ സോ ഡാഷ് ഡാഷ് ദാറ്റ് എന്നാണ്. സോ ദാറ്റ് എന്ന് ഒന്നിച്ച് എഴുതുന്നതുമുണ്ട്. ഇനിയും അപ്പോൾ ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയി, ഒരു മെയിൻ ക്ലോസ്, ഒരു സബോർഡിനേറ്റ് ക്ലോസ്. അതന്നെ ഹീസ് ഡൾ ആൻഡ് സോ ഹി കനോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഹീസ് ഡൾ, അവൻ ഡള്ളാണ്, മാത്രമല്ല ആയതുകൊണ്ട് അവന് ഒന്നും മനസ്സിലാവുകയില്ല, അതും മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ആൻഡ് സോ എന്നുള്ളത് ഒരു കോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. സോ എന്ന് മാത്രം പറഞ്ഞാൽ കോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്, പക്ഷേ സോ ദാറ്റ് പറഞ്ഞാൽ സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. അപ്പോൾ സോ ദാറ്റ് കാണുമ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസിലേക്കാണ് വരിക. ആൻഡ് സോ അല്ലെങ്കിൽ വെറും സോ എന്ന് വരുമ്പോൾ അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്, മെയിൻ ക്ലോസ് ആണ്, അല്ല കോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. ഈസ് ഡൾ ആൻഡ് സോ ഹി കനോട്ട് 2 മെയിൻ ക്ലോസ് ആണ്, ആയതുകൊണ്ട് ഇത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. അടുത്തത് വേറൊരു വാചകമാണ് വാട്ട് ഡിഡ് യു ഡു വെൻ ഹി കെയിം. വാട്ട് ഡിഡ് യു, ഇത് ചോദ്യവാചകമാണെന്ന് മനസ്സിലാക്കാതെ, ഇത് പദങ്ങളുടെ ക്രമം അനുസരിച്ച് ചോദ്യമാണ്. കാരണം ചോദ്യവാക്കുണ്ട്. സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ വന്നാൽ ചോദ്യാടയാളം വേണം. സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ വന്നാൽ ചോദ്യാടയാളം വേണം. 99-ലും ഒരു പെർസെൻറ്റേജ് മാത്രമാണുള്ളത്. അത് ഏതിലാണ് സഹായക്രിയ വേണ്ടാത്തത്? ചോദ്യവാക്ക് തന്നെ സബ്ജക്റ്റായി വരുന്ന വാചകങ്ങളിൽ സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ വെക്കണമെന്ന് നിർബന്ധമില്ല. അല്ലാത്ത എല്ലാ ചോദ്യവാചകങ്ങളിലും സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ ഉണ്ടാവണം. ചോദ്യാടയാളം കൊണ്ട് മാത്രമാവില്ല, ചോദ്യവാക്ക് കൊണ്ട് മാത്രമാവില്ല. ഇനി വാട്ട് ഡിഡ് യു ഡു, നീ എന്തു ചെയ്തു? ഒറ്റയ്ക്ക് നിൽക്കില്ലേ? നിൽക്കും. വെൻ ഹി കെയിം, അവൻ വന്നപ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കില്ലേ? നിൽക്കില്ല. മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്, കോംപ്ലക്സ് സെൻറ്റൻസ്. ഇത് ക്ലോസുകളുടെ അനുസരിച്ച് കോംപ്ലക്സും പദങ്ങളുടെ ക്രമം അനുസരിച്ചൊരു ചോദ്യവാചകമാണ്, ക്വസ്റ്റ്യൻ ആണ്. അതേസമയം ഇതെല്ലാം പദങ്ങളുടെ ക്രമം അനുസരിച്ച് അസർട്ടീവ് സെൻറ്റൻസ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. 2, 3 ഒന്നും തന്നെ. ഇതിൽ വേറെ വാചകങ്ങളില്ല. അപ്പോൾ പദങ്ങളുടെ ക്രമം അനുസരിച്ച് ഈ 4 എണ്ണം, ഈ 5 എണ്ണം അസർട്ടീവ് സെൻറ്റൻസ് ആണ്, സാധാരണ വാചകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേസമയം ഇത് മാത്രം ചോദ്യവാചകമാണ്, ഇത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പദങ്ങളുടെ ക്രമം അനുസരിച്ച് ഒരു പേരിലും ക്ലോസുകളുടെ അനുസരിച്ച് വേറെ പേരിലും ഒരു വാചകത്തെ അറിയപ്പെടുമെന്ന് ഓർക്കുക. ഈ എക്സാമ്പിളുകളെല്ലാം നോട്ട് ബുക്സിലേക്ക് പകർത്തിയെടുക്കുക. ഞാൻ വരച്ചതുപോലെ നിങ്ങൾ എഴുതി പഠിച്ച് മനസ്സിലാക്കുക. വീണ്ടും കാണുമ്പോൾ ഇതുപോലുള്ള വാചകങ്ങളെ വീണ്ടും കണ്ടെത്തുമ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടെത്തി അതിനെ ഒന്ന് വരച്ച് ശ്രമിച്ചു നോക്കുക, പേര് കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ സെൻറ്റൻസിനെ അനലൈസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വാചകത്തെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാവും. നല്ല വാചകങ്ങൾ എഴുതാനും നിങ്ങൾക്ക് പറ്റും. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എഴുതാൻ പറ്റും. ക്ലാസ് എല്ലാം കേട്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കൂട്ടുകാരോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.